മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ കൊച്ചി മരടിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 3 പ്രതികൾ പിടിയിൽ. ഇവരുടെ പക്കൽ നിന്ന് ലഹരി പിടിച്ചെടുത്തു. റിജോയ് എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് അറസ്റ്റ്. അതേസമയം തട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന റിജോയിയെ 4.5 ഗ്രാം MDMAയുമായി ഡാൻസാ സംഘം ഇന്ന് പിടികൂടിയിരുന്നു. ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാത്രി റിജോയെ തട്ടിക്കൊണ്ടുപോയി എന്ന് ഡെലിവറി ബോയ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മരട് പോലീസ് കേസെടുത്തത്. റാംഷാ CP കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. റാംഷാ, ഈ കേസിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. ആദ്യം തട്ടിക്കൊണ്ടുപോയപ്പെട്ടു എന്ന് പറയുന്ന റിജോയെ പോലീസ് ആദ്യം ലഹരിയുമായി പിടികൂടുന്നു. ഇതിപ്പോൾ തട്ടിക്കൊണ്ടുപോയി എന്ന പരാതി ആർക്കെതിരെയാണോ വന്നത് അവരിൽ 3 പേരും പിടിയിലായിരിക്കുന്നു. അവരിൽ നിന്നും ലഹരി പിടിച്ചെടുത്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് ഒരു ലഹരി സംഘങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 29-ാം തീയതിയായിരുന്നു ഈ റിജോ എന്ന് പറയുന്ന യുവാവിനെ മരടിൽ വെച്ച് 3 അംഗ സംഘം തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടായത്. ഇത് ഒരു ഡെലിവറി ബോയ് ഇത് കണ്ട് പോലീസിന് വിവരമറിയിക്കുകയായിരുന്നു. പിന്നീട് കുറച്ചു ദൂരം ചെന്നതിന് ശേഷം ഇയാളെ വാഹനത്തിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് ഈ റിജോ എന്ന യുവാവിനെ ഇന്ന് 4.5 ഗ്രാം MDMAയുമായി പോലീസ് പിടികൂടിയത്. അതോടൊപ്പം തന്നെ ഇയാളെ തട്ടിക്കൊണ്ടുപോയ ആലുവ കേന്ദ്രീകരിച്ചുള്ള ഒരു സംഘത്തെ കുറിച്ചുള്ള അന്വേഷണവും പോലീസ് നടത്തുകയായിരുന്നു. അതിനിടയിലാണ് ഇന്നിപ്പോൾ വൈകുന്നേരത്തോടുകൂടി ഈ 3 അംഗ സംഘത്തെ പോലീസ് പിടികൂടുന്ന സാഹചര്യമുണ്ടായത്. ഇവരുടെ പക്കൽ നിന്നും ഇതേപോലെ തന്നെ ലഹരിയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. അതായത് ഇവർ തമ്മിലുള്ള ഒരു ലഹരി ഇടപാടിനെ തുടർന്നുള്ള തർക്കങ്ങളാണ് ഈ റിജോയെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങളിലേക്ക് നയിച്ചത് എന്നതാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഏതായാലും കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്തൊക്കെയായിരുന്നു, ഇവരുടെ ഇടപാടുകൾക്ക് പിന്നിൽ ഈ ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിലയിലുള്ള ഇടപാടുകൾ ഇവർ തമ്മിൽ നടത്തിയിട്ടുണ്ട്, ആരൊക്കെ തമ്മിൽ ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യങ്ങളിലെല്ലാം വിശദമായ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഇവരുടെ ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഉൾപ്പെടെ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ആര്യ, ഓക്കെ, റാംഷാ CP ആണ് വിവരങ്ങൾ നൽകിയത്. ലഹരി സംഘങ്ങൾക്കിടയിലെ വൈരാഗ്യത്തിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിലാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്.